ഞാനും എൻ്റെ ഫ്രണ്ടും വൈകുന്നേരം ഓരോന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് കേട്ടോ നമുക്ക് സേമിയ പായസം കുടിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ ഇട്ടത് കേട്ടോ. സംഭവം ഒരു കൊതിയായിരുന്നേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കി നേരെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോയത്. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള, അതായത് പായസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി നടന്ന് മേടിച്ചായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ പായസത്തിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയാൽ പോലും ഞാൻ അങ്ങനെ കുടിക്കാറൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പെട്ടെന്നാണ് കേട്ടോ ഇങ്ങനൊരു കൊതി വന്നത്. നമ്മളാണെങ്കിൽ ആർദ്രയുടെ അവിടെ ഓണ സെലിബ്രേഷൻ വെച്ചപ്പോൾ ആർദ്ര നല്ല രീതിയിൽ സേമിയ പായസം വെച്ചായിരുന്നേ. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞ് പുകഴ്ത്താറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒരു വട്ടം എനിക്ക് അതുപോലെ തന്നെ ഒന്ന് വെച്ച് തരണേന്നേ. അപ്പോൾ അത് പറഞ്ഞിരുന്നപ്പോഴാണ് കേട്ടോ അമ്മ പറഞ്ഞത്, എങ്കിൽ പിന്നെ നീ മിക്സ് മേടിച്ചിട്ട് വാ, നമുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, വീട്ടിൽ തന്നെ അങ്ങ് സെറ്റാക്കി. എന്നാലും ആർദ്രയോട് പറഞ്ഞതിൻ്റെ വാക്ക് അവൾ പാലിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അതെന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. അങ്ങനെ എല്ലാം വാങ്ങി നേരെ അമ്മയുടെ കയ്യിലാണ് കേട്ടോ കൊണ്ടുകൊടുത്തത്. എന്നിട്ട് പായസം എല്ലാം സെറ്റാക്കി നമ്മൾ കുടിക്കുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ സേമിയ ഉണ്ടാക്കിയത്. എന്തായാലും പായസം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കും ആർദ്രയ്ക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നല്ല ചൂടോടെ ആ പായസമൊക്കെ അങ്ങ് കുടിച്ച കൊതി അങ്ങ് തീർത്തു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.